ഹായ് ഹലോ, ഇന്നൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ചെറുള്ളി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെമ്മീനിലേക്ക് നല്ലപോലെ തന്നെ മസാല പുരട്ടി കൊടുക്കാം. ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓയിലൊന്ന് ചൂടായി വന്ന് തുടങ്ങിയാൽ അതിലേക്ക് നമുക്ക് ഓരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് വെന്ത് തുടങ്ങിയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ആക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 20 ചെറുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുള്ളി തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ ബെസ്റ്റ്. അങ്ങനെ ചെറുള്ളൊന്ന് വാടി തുടങ്ങിയാൽ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടണം കേട്ടോ. ഞാനത് വീണ്ടും തക്കാളി ഉടഞ്ഞ് കിട്ടിയിട്ടില്ല, അപ്പോൾ വീണ്ടും മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ തന്നെ തക്കാളിയൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചെമ്മീനൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി പോലെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പേ തന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ നമുക്ക് നല്ല പോലെ തന്നെ വെറ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.